ഞാൻ പറഞ്ഞു വരട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവരുടെ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയ്ക്ക് വളരെ ചെറിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അത് പോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവരെ ഞങ്ങൾ ആരും വ്യക്തിപരമായി ഇവരെ തളർത്താനോ ഇവരെ മോശമാക്കാനോ ഉള്ള പ്രവണതയല്ല കാണിച്ചത്. ഇവര് കാണിച്ചത് ഒരു ഔചിത്യക്കുറവുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. അത് വളരെ കൃത്യമാണല്ലോ. കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത് ഔചിത്യക്കേട് തന്നെയാണ് എന്ന്. ഒരു കാര്യം കൂടെ, ശ്രീ രാഹുൽ ഈശ്വർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം വേദിക്കനുസരിച്ചുകൊണ്ട് എല്ലാം നെഗറ്റീവായി പറഞ്ഞാൽ കൂടുതൽ കയ്യടി കിട്ടുമെന്നുള്ള ഒരു ജിഹാദി അജണ്ട അദ്ദേഹം നടപ്പാക്കിയാണ്. അതത്ര ശരിയായ കാര്യമൊന്നുമല്ല. അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഈ അയ്യപ്പന്റെ മതസൗഹാർദ്ദം, കറുത്തച്ഛനെ വെളുത്തച്ഛനെ, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് നിങ്ങളൊരു വടി കൊണ്ട് കൊടുക്കുകയായിരുന്നു. അതാണ് ഇവിടെ ഷാബ് കൃത്യമായിട്ട് പറഞ്ഞത്. രാഹുലിനെ പോലെയുള്ളവർക്ക് വടി നിങ്ങൾ തന്നെ കൊടുക്കുകയാണ് ഈ വിഷയത്തിൽ. ഹിന്ദുക്കളെ ആക്രമിക്കാൻ നടത്തുന്ന ആളാണോ? അദ്ദേഹത്തിന് ചില ജിഹാദി വേദികൾ കിട്ടുമായിരിക്കും, അതിനപ്പുറമൊന്നുമില്ല. അദ്ദേഹം മണ്ടത്തരം പറയുന്നു. ആ മണ്ടത്തരം അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞാനല്ല പറഞ്ഞത്. അദ്ദേഹം വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത കേരളത്തിലെ പ്രമുഖനായ വക്കീലാ പറഞ്ഞത്. എന്റെ കക്ഷി ചില മണ്ടത്തരം കാണിക്കുന്നുണ്ട്, ഞാനൊരു വക്കീല, ഞാൻ എന്റെ കക്ഷിയെ പറ്റി പറയത്തില്ല. ഒരു കക്ഷിയെ പറ്റി അപ്രകാരം ഒരു പ്രഗത്ഭനായ വക്കീൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജിഹാദി എന്ന് ശ്രീ ആരിഫ് ഹുസൈൻ വിളിച്ചതിനോടൊപ്പം തന്നെ ഇദ്ദേഹം മണ്ടത്തരത്തോട് ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇവിടെ അദ്ദേഹം എന്ത് മണ്ടത്തരമാണ് പറഞ്ഞത്? ശ്രീ അനിൽ വിളയിൽ അഖില അശോകന്റെ അച്ഛനെ ഉൾപ്പെടെ ആൾക്കാർ ഇദ്ദേഹത്തിനെ പറ്റി പറയുന്ന യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇദ്ദേഹം എന്തോ എല്ലാത്തിനും ഇവിടെ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ പോലും, ഷാബുവിന് പോലും നിങ്ങളുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ രാഹുലിനെ നിങ്ങൾ ഇവിടെ ഒറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം ഷാബുവിന്റെ നിലപാടും രാഹുലിന്റെ നിലപാടും ഒന്നാണ് ഇവിടെ. രാഹുൽ ഈശ്വർ ജിഹാദി നിലപാടുകളുടെ തമ്പുരാനായി മാറി. വ്യക്തിപരമായിട്ട് ഇനി മാത്രമേ അധിക്ഷേപങ്ങൾ വേണ്ട. രാജകുമാരൻ കൂടിയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് ഈ കാലഘട്ടം തെളിയിക്കുന്നത്. ഞങ്ങൾ നന്ദഗോവിന്ദ ഭജൻസിനെതിരെ അല്ല. എന്റെ ഫേസ്ബുക്ക് പേജ് നോക്കൂ. അവരെ ഉപദേശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അവരെ വിമർശിച്ചതല്ല. അവർ സ്വയം തെറ്റുകൾ തിരിച്ചറിയണം. അവരൊരു മാപ്പ്. ശരി വിനു, പക്ഷെ നിങ്ങൾ അവരുടെ ആരാധകനായിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അല്ല എന്നല്ല പറഞ്ഞത്. സങ്കടമുണ്ടായി. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഷാബു എം പ്രസാദ് അദ്ദേഹത്തോട് ഞാൻ ഒരു ചെറിയ ഇതാണ്. അദ്ദേഹം ശ്രീ അനിൽ വിളയലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന്. നോക്കൂ, ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദുഃഖിച്ചു. അയ്യപ്പൻ 2 കല്യാണം കഴിച്ചു, പൂർണ്ണയും പുഷ്കലയാണെന്നുള്ള ഞങ്ങൾക്കറിയാം. അത് വിവാഹിതരാണെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ സഹിച്ചു. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാം സഹിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു വിശ്വാസമില്ലേ? ഞങ്ങൾ ജനിച്ച കാലം മുതൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതമില്ലേ, അല്ലെങ്കിൽ ഒരു ആരാധനാലയമില്ലേ? അതിനെ മാറ്റി പറയാൻ പെട്ടെന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? ഞാനൊക്കെ 2 നേരം വിളക്ക് കൊളുത്തുന്നതാണ്. ഒപ്പം മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനൊരു കലാകാരനാണ്. എല്ലാ മതസ്ഥരുമായിട്ട് ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു